ഹായ് എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് कारक എന്ന ചാപ്റ്റർ ആണ്. कारक संज्ञा या सर्वनाम के जिस रूप से वाक्य के अन्य शब्दों के साथ उनका संबंध प्रकट हो उसे कारक कहते हैं. അപ്പോൾ കാരകിന്റെ ഡെഫിനിഷൻ നോക്കുമ്പോൾ സംജ്ഞയുടെയോ സർവനാമിന്റെയോ ഏത് രൂപത്തിൽ നിന്നാണ് വാക്യത്തിലെ മറ്റ് വാക്കുകളുമായിട്ടുള്ള അവരുടെ ബന്ധം മനസ്സിലാകുന്നത്, അത്തരം വാക്കുകളെയാണ് കാരക് എന്ന് പറയുന്നത്. അതായത് സംജ്ഞ അല്ലെങ്കിൽ സർവനാമിനെ സെന്റൻസിലെ മറ്റ് വാക്കുകളുമായി ബന്ധിപ്പിക്കുന്ന വാക്കുകളെയാണ് കാരക് എന്ന് പറയുന്നത്. ജैसे അധ്യാപക് ने विद्यार्थियों को पढ़ाया, എന്താണ് ടീച്ചർ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചു. इस वाक्य में अध्यापक ने और विद्यार्थियों को भिन्न भिन्न रूप वाले संज्ञा शब्द है जिनसे उनका परस्पर तथा क्रिया के साथ संबंध प्रकट होता है. संज्ञा या सर्वनाम शब्दों के इन भिन्न भिन्न रूपों को कारक कहते हैं. അപ്പോൾ ഈ ഒരു വാക്യത്തിൽ അധ്യാപകനെ അതുപോലെ തന്നെ വിദ്യാർത്ഥിയോക്കോ ഇത് രണ്ടും ഭിന്ന ഭിന്ന രൂപ വാലെ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആയിട്ടുള്ള സംജ്ഞ ആണ്. जिनसे उनका परस्पर तथा क्रिया के साथ संबंध प्रकट होता है. ഇവര് തമ്മിലുള്ള ഈ സംജ്ഞകൾ തമ്മിലും അതുപോലെ തന്നെ ക്രിയയുമായിട്ടുള്ള ഒരു ബന്ധം ഈ വേർഡ്സ് കാണിക്കുന്നുണ്ട്. संज्ञा या सर्वनाम शब्द के इन भिन्न भिन्न रूपों को कारक कहते हैं. സംജ്ഞയുടെയും അതുപോലെ തന്നെ സർവനാം, സംജ്ഞ എന്ന് പറഞ്ഞാൽ എന്താണ്, നൗൺ ആണ്. സർവനാം എന്ന് പറയുന്നത് പ്രനൗൺ ആണ്. ഇതിന്റെ രണ്ടിന്റെയും ഭിന്നമായിട്ടുള്ള ഇത്തരം രൂപങ്ങളെയാണ് കാരക് എന്ന് പറയുന്നത്. कारकों को प्रकट करने के लिए संज्ञा या सर्वनाम के साथ ने, को आदि जो शब्दांश लगते हैं उन्हें विभक्ति चिन्ह कहते हैं. അപ്പോൾ കാരക് കാണിക്കാനായിട്ട് സംജ്ഞയുടെ കൂടെയോ അല്ലെങ്കിൽ സർവനാമിന്റെ കൂടെയോ നേ, കോ തുടങ്ങിയ വാക്കുകൾ നമ്മൾ ഉപയോഗിക്കും. ഇത്തരം വാക്കുകളെയാണ് വിഭക്തി ചിഹ്നം എന്ന് പറയുന്നത്. हिंदी में 8 कारक है जिनके विभक्ति चिन्ह निम्नलिखित है. അപ്പോൾ ഹിന്ദിയിലെ 8 കാരകാണുള്ളത്, അതിന്റെ ചിഹ്നങ്ങളാണ് താഴെ കൊടുത്തിട്ടുള്ളത്. കാരക്, അതുപോലെ തന്നെ വിഭക്തി ചിഹ്നം. അപ്പൊ കാരകിലെ ഫസ്റ്റ് വരുന്നതാണ് കർത്ത. കർത്തേനെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വിഭക്തി ചിഹ്നമാണ് നെ. കർമ്മ അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് കോ. കരൺ ഡിനോട്ട് ചെയ്യുന്നത് സേ. സംപ്രദാൻ, സംപ്രദാന്റെ വിഭക്തി ചിഹ്നം കുറച്ച് അധികം ഉണ്ട്. കോ, കെ ലിയെ, കെ വാസ്തെ. അപാദാൻ അതിന്റെ വിഭക്തിയാണ് സേ. സംബന്ധ്, കാ, കെ, കി. അധികരൺ, മേ, പർ. സംബോധൻ, ഹേ, അരെ. ഇനി ഓരോ ക്ലാസിഫിക്കേഷൻ പറയുന്നു. കർത്താ कारक संज्ञा या सर्वनाम के जिस रूप से कार्य करने वाले का बोध होता है उसे कर्ता कारक कहते हैं. അപ്പോൾ സംജ്ഞയുടെയോ സർവനാമത്തിന്റെയോ ഏത് രൂപത്തിൽ നിന്നാണ് ആ കാര്യം ചെയ്യുന്ന ആളെ കുറിച്ച് നമുക്ക് അറിവ് കിട്ടുന്നത് അതിനെയാണ് कर्ता कारक എന്ന് പറയുന്നത്. कर्ता कारक की विभक्ति ने है किंतु बिना विभक्ति के भी इसका प्रयोग होता है. അപ്പോൾ कर्ता कारകിന്റെ വിഭക്തി എന്ന് പറയുന്നത് ने ആണ്, പക്ഷെ വിഭക്തി ഇല്ലാതെയും ഇത് ഉപയോഗിക്കാറുണ്ട്. രാം നെ രാവൺ കോ മാറ. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ രാം നെ എന്ന് വന്നപ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് ആരാണ് രാവണനെ കൊന്നത്, രാമനാണ്. അപ്പോൾ അങ്ങനെ കർത്താവിനെ കുറിച്ച്, കർത്തയെ കുറിച്ചിട്ട് നമുക്കൊരു ഐഡിയ കിട്ടുന്നത് ഈ നേ വിഭക്തി കാണുമ്പോഴാണ്. അതേപോലെ തന്നെ രാധ നാച്തി ഹെ. അപ്പൊ ഈ ഒരു സെന്റൻസിൽ ഈ വിഭക്തി ഇല്ല, അതുകൊണ്ടാണ് പറഞ്ഞത് കർത്താ കാരകില് നേ വിഭക്തിയോട് കൂടിയിട്ടും നേ വിഭക്തി ഇല്ലാതെയും സെന്റൻസസ് ഉണ്ടായേക്കാം. ഇപ്പൊ രാധ നാച്തി ഹെ, ആരാണ് ഡാൻസ് കളിക്കുന്നത്, രാധയാണ്. അപ്പോൾ അതിലെ കർത്ത രാധയാണെന്ന് നമുക്ക് മനസ്സിലാകുന്നു. ഇതാണ് കർത്താ कारक എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് കർമ്മകാരക്. क्रिया के व्यापार का फल जिस वस्तु अथवा व्यक्ति पर पड़ता है उसका बोध कराने वाले कारक को कर्म कारक कहते हैं. അപ്പോൾ കർമ്മകാരക് എന്ന് പറയുന്നത് ക്രിയ ചെയ്യുന്നത് കൊണ്ട് ഏത് വസ്തു അല്ലെങ്കിൽ ഏത് വ്യക്തിക്കാണ് അതിന്റെ റിസൾട്ട് കിട്ടുന്നത് അതിനെ സൂചിപ്പിക്കുന്ന കാരകാണ് കർമ്മകാരക് എന്ന് പറയുന്നത്. माँ ने बच्चे को बुलाया, ഇതാണ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുള്ളത്. इस वाक्य में बुलाया
क्रिया के व्यापार का फल बच्चे पर पड़ता है, अतः बच्चे को कर्म कारक हुआ. അപ്പോൾ ഇതില് ബുലായ എന്ന് പറയുന്ന ക്രിയയുടെ റിസൾട്ട് വരുന്നത് ആരുടെ മേലാണ്? ബച്ചേ കോ എന്നുള്ളതിലാണ് വരുന്നത്. അതുകൊണ്ട് ഇവിടെ ബച്ചേ കോ ആണ് കർമ്മകാരകായിട്ട് വരുന്നത്. कर्मकारक की विभक्ति को है, लेकिन कुछ संदर्भों में यह विभक्ति लुप्त रहती है. ശരിക്കും പറഞ്ഞാൽ കർമ്മകാരകിന്റെ വിഭക്തി എന്ന് പറയുന്നത് കോ ആണ്. പക്ഷെ ചില സമയങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ ആ കോ ഇല്ലാതെയും സെന്റൻസസ് ഉണ്ടാവാം. എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് മോഹനെ രാം കോ ബുലായ. അപ്പൊ ഇതിൽ കോ ഉണ്ട്. അപ്പൊ ഇതില് ബുലായ എന്നുള്ളതിന്റെ റിസൾട്ട് ആരുടെ മേലാണ് വരുന്നത്? രാമിന്റെ മേലാണ്. അതുകൊണ്ട് രാം കോ ആണ് ഇവിടെ കർമ്മകാരകായിട്ട് വരുന്നത്. മോഹനെ ദൂത് പിയ. അപ്പൊ പിയ എന്നുള്ളതിന്റെ റിസൾട്ട് എന്തിന്റെ മേലാണ് വരുന്നത്? ദൂതിന്റെ മേലാണ്. അതുകൊണ്ട് കർമ്മകാരക ഇവിടെ ദൂതാണ്. ഈ ബോൾഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളതാണ് കർമ്മകാരക കേട്ടോ. അപ്പൊ രണ്ടാമത്തെ സെന്റൻസ് നമ്മൾ നോക്കുമ്പോൾ അതില് ആ കോ വിഭക്തി കാണാനില്ല, എന്നാലും നമുക്ക് മനസ്സിലാകുന്നുണ്ട് അതിലെ കർമ്മകാരക ഏതാണെന്ന്. बहुधा अप्राणिवाचक शब्दों के साथ को नहीं जुड़ता. അപ്പോൾ രണ്ടാമത്തെ എക്സാമ്പിളിൽ കോ ഇല്ല എന്ന് നമ്മൾ പറഞ്ഞു. നോർമലി അപ്രാണിവാചക വാക്കുകളിലെ കോ കൊടുക്കാറില്ല. അപ്രാണിവാചകം എന്ന് പറയുമ്പോൾ ദൂത് എന്ന് പറയുന്നത് ഒരു ലിവിങ് ഓർഗാനിസം ഒന്നും അല്ലല്ലോ, നോൺ ലിവിങ് ആയിട്ടുള്ളതാണ്. അപ്രാണിവാചകം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവനില്ലാത്തത്. അതിന്റെ കൂടെ ഒന്നും നമ്മൾ നോർമലി കോ ചേർക്കാറില്ല. ഇനി നെക്സ്റ്റ് വരുന്നതാണ് കരൺകാരക. संज्ञा या सर्वनाम के जिस रूप से क्रिया के साधन का बोध होता है उसे करण कारक कहते हैं. जैसे लड़का कलम से लिखता है. ക്രിയ നമ്മൾ എന്ത് കാര്യം കൊണ്ടാണ് ചെയ്യുന്നത്, ആ ക്രിയക്ക് വിധേയമാകപ്പെടുന്ന സാധനം എന്താണ് എന്നുള്ളതാണ് കരൺ കാരകായിട്ട് വരുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ലഡ്ക കലം സെ ലിഖ്താ ഹെ. അപ്പം ലഡ്ക എന്ന് പറയുന്നത് സഖ്യാണ്, ലിഖ്താ ഹെ എന്ന് പറയുന്നത് എന്താണ്? ക്രിയയാണ്. പക്ഷെ എഴുതുന്നു, എന്തുകൊണ്ടാണ് എഴുതുന്നത്, അതാണ് കരൺ കാരകായിട്ട് വരുന്നത്. കലം സെ പെൻ കൊണ്ടാണ് എഴുതുന്നത്. ഇസ് വാക്യമേ ലിഖ്താ ക്രിയ കാ സാധൻ കലം ഹെ. കണ്ടു. അപ്പൊ ഇതില് ലിഖ്താ എന്നുള്ള ക്രിയയുടെ സാധൻ എന്ന് പറയുന്നത് കലം, അതായത് പെന്നാണ്. അത്തഹ കലം സേ കരൺ കാരക് ഹെ. അതുകൊണ്ട് തന്നെ കലം സേ എന്നുള്ളത് കരൺ കാരകായിട്ട് വരുന്നു. ഇനി നെക്സ്റ്റ് വണ്ണാണ് സംപ്രദാൻ കാരക്. ജിസ്സെ കുച്ച് ദിയാ ജായേ അഥവാ ജിസ്കെ ലിയെ കുച്ച് കിയാ ജായേ ഉസ്കാ ബോധ് കരാനെ വാലെ കാരക് കോ സംപ്രദാൻ കാരക് കഹത്തെ ഹെ. ആർക്കെങ്കിലും നമ്മൾ എന്തെങ്കിലും കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും ചെയ്യാണ്, അങ്ങനത്തെ കാര്യത്തിനെ ഡിനോട്ട് ചെയ്യുന്ന കാരകിനെയാണ് സംപ്രദാൻ കാരക് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് കോ, കെ ലിയെ, കെ വാസ്തെ എന്നൊക്കെയുള്ള വിഭക്തികൾ. ഇനി അത് വെച്ചിട്ടുള്ള സെന്റൻസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. രാമു കോ ഏക് റുപയാ ദോ. അപ്പൊ അവിടെ എന്താണ്? രാമുവിന് വേണ്ടി നമ്മൾ ഒരു സാധനം കൊടുക്കുകയാണ്, ഏക് റുപയ കൊടുക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് അവിടെ രാമു കോ എന്നുള്ളത് സംപ്രദാൻ കാരകായിട്ട് വരുന്നു. മാനെ ബച്ചേ കേലിയെ ഖിലോന ഖരീദ. അപ്പൊ അവിടെ അമ്മ കുട്ടിക്ക് വേണ്ടി ഒരു ടോയ് വാങ്ങി. ഖിലോന എന്താണ്? ഒരു ടോയ് വാങ്ങി. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നു, അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു, അതിനെയാണ് സംപ്രദാൻ കാരക ഡിനോട്ട് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ആണ് അപാദാൻ കാരക്. संज्ञा या सर्वनाम के जिस रूप से पृथकत्व या अलगाव प्रकट हो उसे अपादान कारक कहते हैं. इसकी विभक्ति से है. करण कारक की विभक्ति भी से है, किंतु दोनों कारकों के प्रयोगों में അർത്ഥഭേദ ഹെ. അപ്പോൾ അപാദാൻ കാരക് എന്ന് പറയുന്നത് സഖ്യ അല്ലെങ്കിൽ സർവനാമത്തിന്റെ ആ രൂപത്തെയാണ് ജിസെ പൃഥകത്വ യ അലഗാവ് പ്രകട് ഹോ. അപ്പോൾ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യുന്ന തരത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അപാദാൻ കാരക് എന്ന് പറയുന്നത്. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എക്സാമ്പിൾ പറയുമ്പോൾ ഒന്നും കൂടി ക്ലിയർ ആവട്ടോ. ഹാത്ത് സേ കിതാബ് ഗിർ ഗയി, അതായത് നമ്മുടെ കയ്യിൽ നിന്നും പോവാണ്, ആ ഒരു സെപ്പറേഷനെയാണ് അത് കാണിക്കുന്നത്. അപ്പോൾ ഹാത്ത് സേ കിതാബ് ഗിർ ഗയി എന്ന് പറയുമ്പോൾ എന്താണ്? കയ്യിൽ നിന്നും പുസ്തകം താഴെ വീണു. ലഡ്കെ സ്കൂൾ സേ ലോട്ട് രഹേ ഹെ, കുട്ടികൾ സ്കൂളിൽ നിന്നും തിരിച്ച് പോരുകയാണ്. പിന്നെ നേരത്തെ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ കരൺ കാരകിലും വിഭക്തി സേ തന്നെയാണ്, അപാദാൻ കാരകിലും വിഭക്തി സേ തന്നെയാണ്. പക്ഷെ രണ്ടിന്റെയും അർത്ഥത്തില് വ്യത്യാസമുണ്ട്.
इनी अपादान कारक का प्रयोग कुछ अन्य अर्थों में भी होता है. जैसे അപാദാൻ കാരകിന്റെ ഉപയോഗം വേറെ അർത്ഥങ്ങളിലും ഉണ്ട്. ഇനി അതിന്റെ എക്സാമ്പിൾസ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ക किसी क्रिया के प्रारंभ होने की सूचना में ഏതെങ്കിലും ഒരു ക്രിയ തുടങ്ങുന്നതിന്റെ സൂചനയായിട്ട് അപാദാൻ കാരകം ഉപയോഗിക്കാറുണ്ട്. आज से मेला शुरू हुआ, ഇന്നു മുതൽ മേല ആരംഭിച്ചു. इस वाक्य में आज से शब्द से मेले के प्रारंभ होने का बोध होता है. അപ്പോൾ ഇതില് आज से എന്നുള്ളതിൽ നിന്നും മേള തുടങ്ങുന്നതിന്റെ ഒരു സൂചനയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി രണ്ടാമത്തെ എക്സാമ്പിൾ ആണ് दो वस्तुओं की तुलना के लिए भी इस कारक का प्रयोग होता है. അപ്പോൾ അപാദാൻ കാരകിന്റെ രണ്ടാമത്തെ പ്രയോഗം എന്ന് പറയുന്നത് രണ്ട് വസ്തുക്കൾ തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. തുലന എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? കമ്പയർ ചെയ്യാം. അതിനു വേണ്ടിയിട്ട് ഈ അപാദാൻ കാരക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആണ് രാം ശ്യാം സെ ബഡാ ഹെ, രാം ശ്യാമിനേക്കാളും വലുതാണ്. അപ്പൊ ഇവിടെ നമ്മൾ കമ്പാരിസന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിച്ചത്. നെക്സ്റ്റ് കാറ്റഗറി ഓഫ് कारक संबंध कारक. संज्ञा या सर्वनाम के जिस रूप से दूसरी वस्तु के साथ उसका संबंध मालूम होता है उसे संबंध कारक कहते हैं. അപ്പോൾ സംജ്ഞയുടെയും സർവനാമത്തിന്റെയും ഏതൊരു രൂപത്തിൽ നിന്നാണോ മറ്റൊരു വസ്തുവുമായിട്ടുള്ള അതിന്റെ സംബന്ധം, അതിന്റെ ബന്ധം മനസ്സിലാകുന്നത്, അത്തരം വാക്കുകളെയാണ് സംബന്ധ കാരക എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് കാ, കെ, കി, ഇസ്കി വിഭക്തിയാ ഹെ, ഇതിന്റെ വിഭക്തികളാണ് കാ, കെ, കി. ഇനിയാണ് സെന്റൻസസിലുള്ള അതിന്റെ എക്സാമ്പിൾ കാണിക്കുന്നത്. യ രാം കാ ഘർ ഹെ, ഇത് രാമിന്റെ വീടാണ്. യേ രാം കെ ബച്ചേ ഹെ, ഇത് രാമിന്റെ കുട്ടികളാണ്. അപ്പോൾ രാമും ഘറുമായിട്ടുള്ള ബന്ധം കാണിക്കാനാണ് രാം കാ ഘർ എന്ന് ഉപയോഗിച്ചത്. രാമും ബച്ചയും തമ്മിലുള്ള ബന്ധം കാണിക്കാനാണ് രാം കെ ബച്ചെ എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ആ സംബന്ധ്, അതുപോലെ തന്നെ റിലേഷൻ, ആ മീനിങ് വെച്ചിട്ട് കോറിലേറ്റ് ചെയ്ത് പഠിച്ചാൽ ഈ ക്ലാസ്സസ് പഠിക്കാൻ ഇത്രയും കൂടി എളുപ്പമായിരിക്കും. യ രാം കി പുസ്തക് ഹെ, ഇത് രാമിന്റെ ബുക്കാണ്. അടുത്തൊരു എക്സാമ്പിൾ ആയിട്ട് കൊടുത്തുള്ളത്. ഇനി നെക്സ്റ്റ് വരുന്ന കാറ്റഗറിയാണ് अधिकरण कारक. संज्ञा या सर्वनाम के जिस रूप से क्रिया अथवा संज्ञा के आधार का बोध हो उसे अधिकरण कारक कहते हैं. मैं पर इसकी विभक्तियां हैं. സംജ്ഞയുടെയും സർവനാമത്തിന്റെയും ഏത് രൂപത്തിൽ നിന്നാണ് ക്രിയ അല്ലെങ്കിൽ സംജ്ഞ അതിന്റെ ആധാരത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നത്, അതിനെയാണ് अधिकरण कारक എന്ന് പറയുന്നത്. ഇസ് ഘർ മേ കോൺ രഹതാ ഹെ, ഈ വീട്ടിൽ ആരാണ് താമസിക്കുന്നത്. മേസ് പർ കിതാബ് രഖി ഹെ, ടേബിളിന്റെ മുകളിൽ ബുക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ ആധാർ എന്ന് പറയുമ്പോൾ ഡൗട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ വിഭക്തി മേ പർ ആണെന്ന് പറഞ്ഞു. അപ്പം സെന്റൻസസ് കാണുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ ഇത്രയും കൂടി എളുപ്പമാണ്. കാരണം മേം പരൊന്നും വേറെ എവിടെയും നമ്മൾ അതിന്റെ വിഭക്തികളായിട്ട് കണ്ടിട്ടില്ല. വേറെ കാരകിലൊന്നും മേയും പറും കണ്ടിട്ടില്ല. അപ്പോൾ ഡെഫിനീഷനിൽ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കൂടിയിട്ടും ഈ മേ അതുപോലെ തന്നെ പെർ കാണുകയാണെങ്കിൽ അത് അധികരൺ കാരകമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു വസ്തു അല്ലെങ്കിൽ ഒരു വ്യക്തി എവിടെയാണ് എന്നൊക്കെ ഡിനോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന രീതിയിലുള്ള കാരകാണ് ഈ അധികരൺ കാരകം എന്ന് പറയുന്നത്. കാരണം ഇസ് ഘർ മേ, അപ്പൊ ഈ വീടിനുള്ളിൽ ആരാണുള്ളത്. മേസ് പർ കിതാബ് രഖി ഹെ, ആ മേശപ്പുറത്ത് കിതാബ് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ളില് പുറത്ത് എന്നൊക്കെയാണ് ഈ ഒരു കാരകില് ഡിനോട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് ആണ് സംബോധൻ കാരക്. संज्ञा के जिस रूप से किसी को पुकारने अथवा चेताने का बोध होता है उसे संबोधन कारक कहते हैं. സംജ്ഞയുടെ ഏത് രൂപത്തിൽ നിന്നാണോ ഒരാളെ വിളിക്കുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും ചെത്താന എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൺ ചെയ്യുക, അങ്ങനെ ചെയ്യുന്നതായിട്ട് തോന്നിക്കുന്നത്, അത്തരം കാരകിനെയാണ് സംബോധൻ കാരക് എന്ന് പറയുന്നത്. इसके चिन्ह है हे, अरे, अहो आदि जो संज्ञा के आदि में लगता है. സംജ്ഞയുടെ മുൻപിലായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഈ ഹേ, അരേ, അഹോ എന്നൊക്കെ ഉള്ളത്. എക്സാമ്പിൾ ആയിട്ടാണ് ഹേ രാം, അരേ ദുഷ്ട് എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ആണ് സംജ്ഞാओं की कारक रचना. संज्ञाओं में विभक्ति के लगाने पर उनका मूल रूप कभी अविकृत रहता है तो कभी विकृत हो जाता है. അപ്പോൾ സംജ്ഞയോടൊപ്പം കാരക ചേർക്കുന്ന സമയത്ത് ചിലപ്പോൾ സംജ്ഞ മാറ്റമൊന്നും ഇല്ലാതെ തന്നെ നിൽക്കും, ചില സമയത്ത് മാറ്റം വരും.
അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആയിട്ടാണ് പറയുന്നത് റോട്ടി ഓർ കപ്പടെ കാ മൂല്യ ബഡ്താ ജാ രഹാ ഹെ. അതിന്റെ മീനിങ് എന്താണ്? ഫുഡിന്റെയും അതുപോലെ തന്നെ ക്ലോത്ത്സിന്റെ ഒക്കെ വില ഇപ്പൊ കൂടി വരികയാണ്, മൂല്യം കൂടി വരികയാണ്. इस वाक्य में पहली संज्ञा अविकृत है और दूसरी संज्ञा का रूप विकृत हो गया है. അപ്പോൾ ഇതില് ആദ്യത്തെ സംജ്ഞ അതായത് റോട്ടി എന്നുള്ളതിന്റെ ആ ഒരു സംജ്ഞയ്ക്ക് മാറ്റം വന്നിട്ടില്ല കാരക് വെച്ചപ്പോൾ. പക്ഷെ രണ്ടാമത്തെ സംജ്ഞയായിട്ടുള്ള കപ്പുട എന്നുള്ളതിന് मातम वन्निट्टुंड. वस्तुतः कर्ता कारक और कर्म कारक में विभक्ति का प्रयोग न होने पर संज्ञा का रूप विकृत रहता है. അതായത് കർത്താകാരക അതുപോലെ തന്നെ കർമ്മകാരകില് വിഭക്തി ഉപയോഗിക്കാത്ത അവസരങ്ങളില് സംജ്ഞയുടെ രൂപം വികൃതമാകും, അതായത് സംജ്ഞയുടെ രൂപം മാറും. ഇനി അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് താഴെ പറയുന്നത്. കാരകോ കി കുച്ച് ഉദാഹരൺ. കാരക്, ഇനി കാരകിന്റെ എല്ലാ ക്ലാസിഫിക്കേഷനും പിന്നെ അതിന്റെ തന്നെ ഏകവചൻ ബഹുവചനിൽ എഴുതിയിരിക്കുന്നതാണ് കേട്ടോ. അപ്പോ കാരക് എന്ന് പറയുന്നത് കർത്താകാരകാണെങ്കിൽ ഏകവചനില് ഘോഡ, കർത്തയുടെ വിഭക്തി എന്താണ്? നേ. അപ്പോ ഗോഡേ നേന്ന്. അത് ബഹുവചനിൽ എഴുതുമ്പോ ഗോഡേ എന്നാവും, പിന്നെ അതുപോലെ തന്നെ ഗോഡോ നേ എന്നാവും. കർമ്മകാരകില് ഏകവചനില് ഗോഡ, പിന്നെ കർമ്മകാരകിന്റെ വിഭക്തി എന്താണ്? കോ. അപ്പൊ ഗോഡേ കോ. ബഹുവചനില് ഗോഡ എന്നുള്ളത് ഗോഡേന്നായി, അതേപോലെ തന്നെ ഗോഡോ കോ എന്നായിട്ട് മാറുന്നു. അപ്പൊ ഇതിൽ എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ നമുക്ക് കാരകിന്റെ ഒരു ഐഡിയ ഉണ്ടാവണം, അത് കൂടാതെ തന്നെ വചനെ കുറിച്ചിട്ടും ഒരു ഐഡിയ ഉണ്ടാവണം. പിന്നെ കരൺ കാരക് വരുമ്പോ ഘോഡേ സേ, ബഹുവചനില് ഘോഡോം സേ എന്നാവുന്നു. സമ്പ്രദാൻ കാരകില് ഘോഡേ കോ, അതേപോലെ തന്നെ ഗോഡേ കേ ലിയേ. കോയും കേ ലിയേയും അവിടെ വിഭക്തിയായിട്ട് ഉപയോഗിക്കുന്നതാണ്. ബഹുവചനിൽ വരുമ്പോ ഗോഡോം കോ, ഗോഡോം കേ ലിയേ എന്നാവുന്നു. ഇനി അപാദാൻ കാരകില് ഘോഡേ സേ, ഇപ്പൊ ഇവിടെ ആവുമ്പോ ഘോഡോം സേ എന്നായി മാറുന്നു ബഹുവചനില്. സംബന്ധ് കാരകില് ഘോഡേ കാ, ഘോഡേ കെ, ഘോഡേ കി. പ്ലൂറലില് വരുമ്പോൾ ഘോഡോ കാ, ഘോഡോ കെ, ഘോഡോ കി എന്നായിട്ട് മാറുന്നു. അധികരൺ കാരകില് ഘോഡേ മേ, ഘോഡേ പർ, ഘോഡോ മേ, ഘോഡോ പർ ആയിട്ട് മാറുന്നു ബഹുവചനില്. സംബോധൻ കാരകില് ഹേ ഘോഡേ, ബഹുവചനായിട്ട് മാറുമ്പോ ഹേ ഘോഡോ. ഇനി ഇതേപോലത്തെ തന്നെ എക്സാമ്പിൾ ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഡിഫറൻസ് ഉള്ളത് മാത്രമേ ഞാൻ എടുത്തു പറയുന്നുള്ളൂ കേട്ടോ. ഇവിടെ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ ഏതാണ്ടൊക്കെ ഒരുപോലെയാണ്. പിന്നെ നിങ്ങൾ വചനം കൂടി പഠിച്ചപ്പോൾ അതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ട് എല്ലാതും എടുത്തെടുത്ത് പറയുന്നില്ല. इनी हिंदी में प्रचलित संस्कृत तत्सम शब्दों के एक वचन संबोधन कारक रूप उच्च कोटि की साहित्य भाषा और कविता में कभी कभी संस्कृत की शैली में प्रयुक्त होते हैं. അതായത് ഹിന്ദിയിൽ ഉപയോഗിക്കുന്ന സംസ്കൃതത്തിലെ തത്സം ശബ്ദങ്ങളുണ്ട്, അതിന്റെ ഏകവചൻ സംബോധൻ കാരക രൂപമുണ്ട്. അത് ഇപ്പോഴും സാഹിത്യ ഭാഷയിലൊക്കെ സംസ്കൃതത്തിന്റെ തന്നെ ശൈലിയിൽ ആണ് ഉപയോഗിച്ചു വരുന്നത്, ഹിന്ദിയുടെ രൂപത്തിലല്ലാന്ന്. അപ്പൊ അതിന് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും. അതാണ് താഴെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ആ കാരാന്ത് ശബ്ദ്, അതില് കവിത്തെ, ബാലിക്കെ, സഖേ എന്നൊക്കെ ആയിട്ടാണ് അത് വരുന്നത്. അതുപോലെ തന്നെ ഇകാരാന്ത് വാക്കുകൾ, ഇകാരാന്ത് ശബ്ദ് മുന്നേ, ഹരേ, സഖേ എന്നൊക്കെ ഉപയോഗിക്കുന്നു. ഈ കാരാന്ത് ശബ്ദ് പുത്രി, മാനിനി, ജനനി ആദി. അപ്പോൾ ഇതിൻ്റെയൊക്കെ പ്ലൂറൽ ഫോമും അല്ലെങ്കിൽ ചേഞ്ച് ചെയ്തിട്ടുള്ള ഫോം എന്ന് പറയുന്നത് എന്താണ്? ഹിന്ദിയിൽ നമ്മൾ വചനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നത് പോലെയല്ല വരുന്നുണ്ടാവുക. അതുകൊണ്ടാണ് അത് എടുത്തു പറഞ്ഞിട്ടുള്ളത്. ഉക്കാരാന്ത് ശബ്ദത്തിൽ വരുന്നതാണ് പ്രഭോ, ബന്ധോ, ശംഭോ ആദി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. കാരണം ചില ഡെഫിനേഷൻസ് ഒക്കെ കുറച്ച് കൺഫ്യൂസിങ് ആണ്. അപ്പോൾ ഡെഫിനേഷൻസിൽ ഡൗട്ട് ഉണ്ടെങ്കിലും എക്സാമ്പിൾ വെച്ചിട്ട് പറയുമ്പോൾ ക്ലിയർ ആയിട്ടുണ്ടെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എനിക്ക് കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.